റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണയ്ക്കും പിണറായി വിജയനും കുരുക്കായി ശശിധരൻ കർത്തായുടെ മൊഴി. പിണറായിയുമായുള്ള അടുപ്പത്തിന്റെ പേരിലാണ് കരാർ നൽകിയതെന്നാണ് മൊഴിയിലുള്ളത്. 2024 ഏപ്രിലിൽ വീട്ടിൽ വെച്ച് നടന്ന ചോദ്യം ചെയ്യലിലാണ് ശശിധരൻ കർത്തായി മൊഴി നൽകിയിരിക്കുന്നത്. വീണ ടി CMRLന് സേവനം നൽകിയിട്ടില്ലെന്നും അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് ED നൽകിയ റിപ്പോർട്ടിലുണ്ട്. CMRLന് സേവനം നൽകിയിട്ടില്ലെന്ന് വീണ മൊഴി നൽകിയതായും ED ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കണ്ടുകെട്ടൽ നടപടികൾക്ക് മുന്നോടിയായി ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ നൽകിയ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. കൃത്യമായ കണക്ക് ഇങ്ങനെയാണ്: 17,22,057 രൂപയാണ് ആകെ മരവിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് നമുക്ക് കാണാം. ഇതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, വീണ തൈക്കണ്ടിയിൽ നിന്ന് കണ്ടുകെട്ടിയത് 17,22,057 രൂപയാണ് എന്നതാണ്. SS ശരൺ വിശദാംശങ്ങളുമായി ചേരുന്നത്. ശരൺ, നമുക്കാദ്യം ഈ റിപ്പോർട്ടിലേക്ക് പോയാൽ നമ്മൾ പ്രേക്ഷകർക്കായി സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപിൽ നൽകിയ റിപ്പോർട്ടാണ്. എന്തൊക്കെ കണ്ടുകെട്ടിയിട്ടുണ്ട് വീണയുടെ സ്വത്തുക്കളിൽ എന്നതാണ് പറയുന്നത്. വിനിത, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ പുറത്തുവിടുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മരവിപ്പിച്ചതിന് പിന്നാലെ, പ്രതികളുടെ പണം മരവിപ്പിച്ചതിന് പിന്നാലെ അത് കണ്ടുകെട്ടലിന് മുന്നോടിയായിട്ടുള്ള റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചത്. ആ റിപ്പോർട്ടിന്റെ പകർപ്പാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വീണയുടെ എന്തൊക്കെയാണ് മരവിപ്പിച്ചതെന്നുള്ളത് കൃത്യമായി തന്നെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ഈ വീണയുടെ ഒരു അക്കൗണ്ട്, HDFC ബാങ്കിലെ അക്കൗണ്ട്, അത് നമ്മൾ നേരത്തെ തന്നെ പുറത്തുവിട്ടിരുന്നതാണ്. ആ 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്ന അക്കൗണ്ട് എന്നുള്ളതാണ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 1,37,088 രൂപയാണ് ഈ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 1,37,088 രൂപയുണ്ടായിരുന്ന വീണ ടിയുടെ HDFC ബാങ്കിലെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. ഇതിന് പുറമെ വീണയുടെ മറ്റൊരു കമ്പനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് എക്സാലോജിക്ക് മാത്രമല്ല മറ്റൊരു കമ്പനിയിൽ കൂടി ചേർന്നുണ്ടായിരുന്നു. മറ്റൊരു കമ്പനി കൂടി വീണയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനിയാണ്. ആ കമ്പനിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 15,57,414 രൂപയും ഒപ്പം തന്നെ എക്സാലോജിക് കമ്പനി, നമുക്കറിയാം നേരത്തെ തന്നെ പൂട്ടിപ്പോയ കമ്പനിയാണ്, ആ കമ്പനിയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 27,585 രൂപയുമാണ് മരവിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ നമ്മൾ മനസ്സിലാക്കുന്നത് 17,22,057 രൂപയാണ് വീണ ടിയുമായി ബന്ധപ്പെട്ട് മാത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരിക്കുന്നത്. ഈ മരവിപ്പിച്ച റിപ്പോർട്ട് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുമ്പാകെ സമർപ്പിച്ചിരിക്കും. ഇനി സ്വാഭാവികമായിട്ടും തുടർ നടപടികളിലേക്ക് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയാണ് കടക്കുക. ഈ പ്രതികളുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം തേടിയ ശേഷം അത് കണ്ടുകെട്ടാനുള്ള നടപടികളിലേക്ക് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കടക്കുകയും ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ, അതായത് വളരെ പ്രധാനപ്പെട്ട ശശിധരൻ കർത്തിയുടെ മൊഴിയാണ്. 2024 ഏപ്രിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ എക്സാലോജിക്ക് സാമ്പത്തിക, അതായത് CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട ശരൺ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ വിജയൻ മൊഴി നൽകിയതായി പറയുന്ന ഒരു കാര്യം CMRLന് സേവനം നൽകിയിട്ടില്ല എന്നതാണ്.